വിദ്യാർത്ഥികളെ ആയിരത്തോളം ഒഴിവുകളുമായിട്ട് KSEB ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ മസ്ദൂർ തസ്തികയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ PSC പബ്ലിഷ് ചെയ്യും. പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി തന്നെ ആയിരത്തോളം ഉണ്ട്. KSEB നിന്ന് ഇങ്ങോട്ട് PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി തന്നെ ആയിരത്തോളം ഉണ്ട്. അതിന് പുറമെ റാങ്ക് ലിസ്റ്റിന് 3 വർഷം കാലാവധിയുണ്ട്. കഴിഞ്ഞ തവണ ഈ ലിസ്റ്റിൽ നിന്ന് കഴിഞ്ഞ തവണ എന്ന് പറയുമ്പോൾ 15 വർഷം മുമ്പാണ് ഇതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ കഴിഞ്ഞ 15 വർഷങ്ങളായിട്ടുള്ള വേക്കൻസികൾ ഇതിനകത്തുണ്ട്. കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ നിന്ന് 4000-ലേറെ പേർക്ക് ഇതിൽ നിന്ന് നിയമനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു പോസ്റ്റിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. എന്താണ് ക്വാളിഫിക്കേഷൻ? KSEB ഇതിന്റെ ക്വാളിഫിക്കേഷൻ പുതുക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ടെസ്റ്റുകൾ, എഴുത്തു പരീക്ഷ ഏതൊക്കെയാണ്, സിലബസ് എന്തായിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു കോഴ്സിനെ കുറിച്ച് I+ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഈ ഒരു I+ന്റെ ബാച്ച് ഉടനെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. കാരണം ഇതിന്റെ നോട്ടിഫിക്കേഷനിൽ കുറച്ചും കൂടെ വ്യക്തത വരാനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ബാച്ചിലേക്ക് പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്ത് വെക്കാം. നമ്മൾ ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വലിയ കോമ്പറ്റീഷൻ ഉണ്ട്, കാരണം യോഗ്യത മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത റീസെന്റ് ആയിട്ട് നമ്മുടെ തൊഴിൽ വീതിയിൽ വന്നത് 15 വർഷത്തിന് ശേഷം ആണ് ഈ വിജ്ഞാപനം വരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇതിൽ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടാവില്ല, പക്ഷെ ഞാൻ വിശദമായിട്ട് തുടർന്നുള്ള സ്ലൈഡുകളിൽ അത് പറയാം. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ 15 വർഷത്തിന് ശേഷം, അതായത് 2011 ഇതിന്റെ അവസാനത്തെ നോട്ടിഫിക്കേഷൻ വന്നത്. 2026 ആയിട്ടുണ്ട്. ഇടയിൽ ഒന്നും ഇതിന്റെ എന്ത് വന്നിട്ടില്ല, നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല. 985 വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓർക്കുക, ഏറ്റവും കൂടുതൽ വേക്കൻസികൾ വരുന്ന തസ്തികകളൊന്നാണിത്. 985 വേക്കൻസികൾ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് റിപ്പോർട്ടഡ് വേക്കൻസീസ് ആണ്. മുന്നോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഇത് ഇൻക്രീസ്ഡ് ആവും. അപ്പോൾ ഒരുപാട് പേർക്ക് സർക്കാർ സർവീസിലേക്ക് പ്രവേശിക്കാനുള്ള മികച്ച ഒരു ഓപ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഈ പറഞ്ഞ KSEB മസ്ദൂർ അല്ലെങ്കിൽ വർക്കർ പോസ്റ്റ്. ഇനി പ്രൊമോഷൻ ടു ലൈൻമാൻ പോസ്റ്റ്. അപ്പൊ അതാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ലൈൻമാനായിട്ട് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ഉണ്ട്. അതിന് പുറമെ ഈ മസ്ദൂറായിട്ട് അല്ലെങ്കിൽ വർക്കറായിട്ട് ജോയിൻ ചെയ്യുന്ന ആളുകൾക്കും ഇത്ര വർഷം സർവീസ് കഴിഞ്ഞാൽ ലൈൻമാൻ ആയിട്ടുള്ള പ്രൊമോഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങളുടെ സാലറി സ്കെയിൽ മാറും, ആനുകൂല്യങ്ങൾ മാറും. KSEB ആണ്. അപ്പൊ അത്തരം വ്യത്യാസങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ദെൻ 4020 അഡ്വൈസ് ആണ് കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. 4020 അഡ്വൈസ്. ഇത് ജില്ലാ തലത്തിലാണ് കഴിഞ്ഞ തവണ വിളിച്ചത്. ഇത്തവണയും അത് ഡിസ്ട്രിക്ട് വൈസ് അപ്പോയിന്റ്മെന്റ്, ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ തന്നെ ആകാനാണ് സാധ്യത. അപ്പൊ അതിലേക്കാണ് നിങ്ങളെ ഇപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതെന്ന് ഓർക്കുക. ഇത്തവണയും 4000-ലേറെ തന്നെയുള്ള നിയമനം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തൊട്ട് മുന്നേ വരെ ഇതിന്റെ റിക്രൂട്ട്മെന്റിന്റെ പ്രധാനപ്പെട്ട ഒരു കൗതുകകരമായിട്ടുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ 10ാം ക്ലാസ് തോൽക്കണം എന്നുള്ളതാണ്. അതായത് 10ാം ക്ലാസ് വിജയിച്ചവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ലായിരുന്നു. 4ാം ക്ലാസ് പാസ്സാവണം, പക്ഷേ 10ാം ക്ലാസ് വിജയിക്കരുത് എന്നുള്ള ഒരു വിചിത്രമായ ക്വാളിഫിക്കേഷൻ ആയിരുന്നു. അത് പക്ഷേ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 2025 KSEB ഇതുമായി ബന്ധപ്പെട്ട യോഗ്യത പരിഷ്കരിച്ചിരുന്നു. അപ്പൊ പുതിയ യോഗ്യത അനുസരിച്ച് നിങ്ങൾ 10ാം ക്ലാസ് പാസ്സാവണം. SSLC അല്ലെങ്കിൽ THLC എന്താണെങ്കിലും 10ാം ക്ലാസ് പാസ്സാവണം. അതിന് പുറമെ 2 വർഷത്തെ ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് പറയുന്നത്. 2 വർഷത്തെ ട്രേഡ് സർട്ടിഫിക്കറ്റ് വേണം എന്നാണ് പറയുന്നത്. അതിന്റെ അർത്ഥം ITI ഇൻ ഇലക്ട്രിക്കൽ വയർമാൻ, ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ വയർമാൻ എന്നീ ട്രേഡുകളിലുള്ള ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. ഓർ ഇക്വലന്റ്, ഇതിന് തത്തുല്യമായിട്ടുള്ള ITI സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇതാണ്. ഇനി നോട്ടിഫിക്കേഷൻ, PSCയുടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ അതിനകത്ത് കുറച്ചുകൂടെ ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഹയർ യോഗ്യതയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. പക്ഷെ നിലവിലെ സിറ്റുവേഷനിൽ ഇതിനകത്ത് KGCE സർട്ടിഫിക്കറ്റും, അത് 2 വർഷത്തെ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അതുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ ഇക്വലന്റ് ആണല്ലോ ഈ പറഞ്ഞ ഡിപ്ലോമയും ബിടെക്കും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ കുറച്ചും കൂടെ വ്യക്തത വരാനുണ്ട്. അപ്പോൾ ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഇതാണ്. കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ സൈക്ലിംഗ് അറിയണം, അതായത് നിങ്ങൾക്ക് സൈക്കിൾ ചവിട്ടാൻ അറിഞ്ഞിരിക്കണം എന്നൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. സൈക്കിൾ ഈസ് നോട്ട് മാൻഡേറ്ററി. മറ്റൊരു പ്രധാനപ്പെട്ട വ്യത്യാസം വിമൻ ആർ എലിജിബിൾ എന്നുള്ളതാണ്. അതായത് വനിതകൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. മുൻപ് വനിതകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത പോസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ അത് വനിതകൾക്കും, ഇനി വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ വനിതകൾക്കും അപ്ലൈ ചെയ്യാം. ഹൈറ്റ്, ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ഉണ്ട്. ഹൈറ്റിന്റെ പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഹൈറ്റിന്റെ മിനിമം ലിമിറ്റ് എന്ന് പറയുന്നത് 157.48 സെന്റിമീറ്റർ ഉണ്ടാവണം പുരുഷന്മാരാണെങ്കിൽ. വനിതകളാണെങ്കിൽ 144.78 സെന്റിമീറ്റർ ഉണ്ടാവണം. ഈ ഹൈറ്റ് അല്ലെങ്കിൽ ഇതിന് മുകളിലോട്ടുള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വിശദമായിട്ടുണ്ടാവും. കൂടാതെ പെർഫെക്റ്റ് വിഷൻ ആണ്. നിങ്ങൾക്ക് വർണ്ണാന്തത അത്തരം അല്ലെങ്കിൽ കാഴ്ച വൈകല്യങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. പെർഫെക്റ്റ് വിഷൻ ഉണ്ടാവണം.
ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഫീൽഡ് വർക്കാണ്. നിങ്ങൾ ഫീൽഡിൽ ഇറങ്ങിയാണ് ജോലി ചെയ്യേണ്ടത്. അപ്പോൾ അതനുസരിച്ചുള്ള ശാരീരിക ക്ഷമത നിങ്ങൾക്കുണ്ടാവണം. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇതിനകത്ത് മറ്റൊരു ടെസ്റ്റ് ഇൻക്ലൂഡഡ് ആവാനുള്ള സാധ്യത, ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഇൻക്ലൂഡഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അതെന്താണ്? ഇലക്ട്രിക് പോസ്റ്റ് ക്ലൈംബിംഗ് ടെസ്റ്റ് മേ ബി ഇൻക്ലൂഡഡ്. അതായത് യോഗ്യതയിൽ പറയുന്ന ഇതാണ്: ഒരു 9 മീറ്റർ ഉയരമുള്ള ഒരു പോസ്റ്റ് 8 മിനിറ്റ് കൊണ്ട് കയറി ഇറങ്ങണം എന്നുള്ളതാണ് യോഗ്യതയിൽ പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ എഴുത്ത് പരീക്ഷ കഴിഞ്ഞ് കായികക്ഷമതാ പരീക്ഷ ഉണ്ടാവും. ആ കൂട്ടത്തിൽ ഈ പോസ്റ്റിൽ കയറുന്ന ഒരു ടെസ്റ്റും കൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ അതിലൊരു വ്യക്തത ഉണ്ടാവുള്ളൂ. കാരണം വനിതകൾക്കൊക്കെ ഇത് മാൻഡേറ്ററി ആക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല. അവർക്ക് ചിലപ്പോൾ ഒഴിവാക്കി കൊടുത്തേക്കാം. അപ്പൊ അതിൽ ഒരു ക്ലാരിഫിക്കേഷൻ വരാനുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഇങ്ങനെ ഒരു സംഗതിയും കൂടി ഇതിന് പിന്നാലെ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. കാരണം ഇതൊരു ഓഫീസ് ജോബ് അല്ല, ഇത് നമ്മൾ ഫീൽഡിൽ ഇറങ്ങി പണിയെടുക്കേണ്ട ഒരു ജോലി തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെസ്റ്റും കൂടെ അതിന്റെ കൂടെ വന്നത്. ഇനി കഴിഞ്ഞ തവണത്തെ സിലബസും കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. എന്തായിരുന്നു? ജി കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ യൂഷ്വലി ഉള്ള റിനേസൻസ് അല്ലെങ്കിൽ ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ഫാക്ട്സ് അബൌട്ട് കേരള, ഹിസ്റ്ററി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് GK വരുന്നത്. ദെൻ മാത്തമാറ്റിക്സ് ആൻഡ് മെന്റൽ എബിലിറ്റി, 10ാം ക്ലാസ് നിലവാരമുള്ള മാത്തമാറ്റിക്സ് ആൻഡ് മെന്റൽ എബിലിറ്റി. അതുകൂടാതെ ട്രേഡ് റിലേറ്റഡ് ആയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രിസിറ്റി, ടൈപ്സ് ഓഫ് വയേഴ്സ് ആൻഡ് കേബിൾസ്, വയറിംഗ് ടെക്നിക്സ്, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആൻഡ് സേഫ്റ്റി പ്രിക്കോഷൻസ് ഫോർ ഇലക്ട്രിക്കൽ വർക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ തവണത്തെ ചോദ്യ പേപ്പറിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇത്തവണ നമുക്കറിയാം ഇതിന്റെ ക്വാളിഫിക്കേഷൻ മാറ്റിയിട്ടുണ്ട്. എന്താണ്? 10th പ്ലസ് ITI ട്രേഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ITI ട്രേഡുമായി ബന്ധപ്പെട്ട് കുറച്ചും കൂടെ കൂടുതൽ ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ഇതിനകത്ത് വന്നുകൂടായികയില്ല. അപ്പൊ നമ്മൾ പഠിക്കുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമ്മുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കോമ്പറ്റീഷനെ അതിജീവിച്ച് പോസ്റ്റിലേക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. ഇതൊക്കെയാണ്. നിങ്ങൾക്ക് നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും i+നൊപ്പം ജോയിൻ ചെയ്യുക. അപ്പൊ മറ്റൊരു ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് ഇനിയുള്ള വീഡിയോകളിൽ കാണാം. താങ്ക് യു.